ഹായ് മക്കളെ, അങ്ങനെ എൻ്റെ കുട്ടികളെല്ലാവരും എന്താ 9ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പലരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലെ ഏറ്റവും കുറവ് മാർക്ക് നേടിയ ഒരു അക്കാദമിക് ഇയർ ഏതാണെന്നറിയോ? 9th സ്റ്റാൻഡേർഡാണ്. കാരണം 8th നിന്ന് 9th മാറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു സിലബസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു എക്സ്റ്റേണൽ ഗൈഡൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ ജോഗ്രഫിക്കൊക്കെ നേടിയിട്ടുണ്ടായിരുന്നത് വെറും 2 മാർക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും 9th സ്റ്റാൻഡേർഡല്ലേ, അതിന് ഇത്രമാത്രം വലിയ കാര്യം പറയാനുണ്ട്. ശരിക്കും കാര്യം പറയാനുണ്ട്. കാരണം മക്കളെ, ഈ ഒരു നമ്മുടെ കംപ്ലീറ്റ് അക്കാഡമിക് ഇയറിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ എപ്പോഴും ഏറ്റവും 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സസ് ഒന്ന് ശരിക്കും അനലൈസ് ചെയ്താൽ 9th സ്റ്റാൻഡേർഡും പിന്നെ 11th സ്റ്റാൻഡേർഡുമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരിക. കാരണം 8th നിന്ന് 9th വരുമ്പോൾ ഒരു വലിയ സിലബസ് ചേഞ്ചാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 8ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച കെമിസ്ട്രി ഒന്നും അല്ല 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു 9ാം ക്ലാസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന 10th 11th 12th ഇതിൻ്റെ എല്ലാം ബേസാണ്. സോ ഒരിക്കലും ബേസ് നന്നാക്കാണ്ട് നമുക്ക് ബിൽഡിങ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 9ാം ക്ലാസ്സിലെത്തിയ ഏതൊരു സ്റ്റുഡൻറ്റും ചെയ്യേണ്ടത്, എന്നെപ്പോലെ ഒരു അവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ആർക്കും വരരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതായത് തുടക്കം മുതൽ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ 24 hours പുസ്തകത്തിന് മുമ്പിലിരുന്ന് മറ്റ് കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാതെ പഠിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു 24 hours ആണ് ഒരു ദിവസം അല്ലേ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം മാത്രം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ബാക്കി സമയങ്ങളിൽ നിങ്ങളുടെ മറ്റ് ലെഷർ ടൈമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡെയിലി നിങ്ങൾ സിസ്റ്റമാറ്റിക്കലി പഠിച്ചു പോയാൽ, പീരിയോഡിക്കലി നിങ്ങൾ റിവിഷൻസ് നടത്തിയാൽ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ അതിൻ്റെ എക്സാംസ് എഴുതി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ, പിന്നെ ഓരോ എക്സാമിന് മുമ്പായിട്ട് മോഡൽ എക്സാംസ് എഴുതിയാൽ അടിപൊളിയായിട്ട് 9th സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഫുൾ മാർക്കോട് കൂടി വിത്ത് നിങ്ങളുടെ കോൺസെപ്റ്റുകളെല്ലാം സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നെ പാസ്സാവാൻ സാധിക്കും. അപ്പോൾ അതിനെങ്ങോട്ടാണ് പോകണ്ടേ? വേറെ എങ്ങോട്ടും പോകണ്ട. യു നോ ദ ആൻസർ അല്ലേ, നമ്മുടെ നിഞ്ച ബാച്ച്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് കയറിക്കും. കാരണം ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ബേസിക്സിൽ നിന്നാണ്. നിങ്ങൾ പകുതിക്ക് വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഓഫ് കോഴ്സ് റെക്കോർഡഡ് ആയിട്ട് കിട്ടും. പക്ഷേ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് അത് പഠിക്കുന്നതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസാണ്. ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ എല്ലാവരെയും കാത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട മിഥില മിസ് അവിടെ ഉണ്ടാവും. അപ്പോഴേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൂടെ ഈ ഒരു വീഡിയോ കാണിക്കുക. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് കൂടെ മനസ്സിലാവണം. അപ്പോൾ എങ്ങനെ നിഞ്ച ബാച്ചിനോടൊപ്പം ചേർന്ന് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുകയല്ലേ. ഓൾ ദി ബെസ്റ്റ്.